സവർക്കർ എങ്ങനെയായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കണം. സായുധ ആക്രമണങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാം എന്ന് വിശ്വസിച്ച തീവ്ര ദേശീയവാദിയായിരുന്നു വി.ഡി. സവർക്കർ എന്നുള്ളതൊരു വാസ്തവമാണ്. ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തി. നാസി കളക്ടറായിരുന്ന A.M.T. ജാക്സനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് സവർക്കർ കടത്തിയതാണ്. കൊലപ്പെടുത്തിയത് അനന്ത് ലക്ഷ്മൺ കനാരെ എന്ന സവർക്കറുടെ ഉറ്റ അനുയായിയുമായിരുന്നു. അങ്ങനെ ജയിലിലാവുകയാണ് സവർക്കർ. 1910 ബ്രിട്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് വി.ഡി. സവർക്കറെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാഴ്സയിൽ തുറമുഖത്തിൽ നിന്ന് കടലിൽ ചാടി. പോലീസ് സവർക്കറെ വീണ്ടും പിടികൂടി ഇന്ത്യയിലെത്തിച്ചു. ഈ കേസിൽ സവർക്കർക്ക് 50 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. അന്ന് 28 വയസ്സ് മാത്രമാണ് സവർക്കർക്ക് പ്രായം. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കാണ് സവർക്കറെ നാടുകടത്തിയത്. സ്വത്തുക്കൾ ജപ്തി ചെയ്യുകയും ചെയ്തു. പിന്നീട് സവർക്കർ ദീർഘകാലത്തെ ജയിൽവാസത്തിനൊടുവിൽ അവിടെ നിന്ന് മാപ്പെഴുതി പുറത്തു വരുന്നതാണ് പിന്നീട് കാണുന്നത്. 1911 1913 1917 1920 5 മാപ്പപേക്ഷകളാണ് ബ്രിട്ടീഷ് സർക്കാരിന് എഴുതി നൽകിയത്. 1921 ബ്രിട്ടീഷ് സർക്കാർ സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ചു. രത്നഗിരി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. മോചിപ്പിച്ചാൽ ഇനി ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിച്ചു. മോചിതനാക്കാം, പക്ഷേ രത്നഗിരി വിട്ടുപോകരുതെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉപാധി. അതും സവർക്കർ അംഗീകരിച്ചു. ബോംബെ സർക്കാർ സവർക്കറെ വീട്ടുതടങ്കലിലാക്കി. 1937 സവർക്കറെ പൂർണ്ണമായി മോചിപ്പിച്ചു. തുടർന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലേക്ക് സവർക്കർ വരികയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാട് സവർക്കർ സ്വീകരിച്ചു. 1929 മുതൽ 1937 വരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം 60 രൂപ ധനസഹായം കൈപ്പറ്റുകയും ചെയ്തു. ഇനി ഈ മാപ്പപേക്ഷയിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്, എന്താണ് മാപ്പപേക്ഷ എന്ന് ആവർത്തിച്ച് ആരോപിക്കപ്പെടുന്നത് എന്നത് നോക്കാം. 1913 നവംബർ 14 മാപ്പപേക്ഷയിൽ പറയുന്നത്, ഇന്ത്യയിലും വിദേശത്തുമുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ഭരണഘടനാ മാർഗത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരാമെന്ന് ബ്രിട്ടന് വാക്കുകൊടുക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അവരിഷ്ടപ്പെടുന്ന ഏതു നിലയ്ക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മാറ്റം പൂർണ്ണാർത്ഥത്തിലുള്ള ഒന്നായതിനാൽ ഭാവിയിലും അതങ്ങനെ തന്നെയായിരിക്കും. ബ്രിട്ടീഷ് രക്ഷാകർതൃത്വത്തിന്റെ വാതിലുകളിലേക്ക് അല്ലാതെ ഇവിടേക്ക് ധൂർത്തപുത്രൻ മടങ്ങും എന്നുകൂടി ബ്രിട്ടനോട് അപേക്ഷിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1914 ഒക്ടോബറിലെ മാപ്പപേക്ഷ പരിശോധിച്ചാൽ ശക്തിയുള്ളവർക്ക് മാത്രമേ പൊറുക്കാനും മറക്കാനും കഴിയുകയുള്ളൂ. എന്നെ വിമോചിപ്പിക്കുക വഴി അത് സർക്കാരിന് തെളിയിക്കാനാകും എന്ന് സർക്കാരിനോട് ഉപദേശിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1917 ഒക്ടോബർ 5 എഴുതിയ മാപ്പപേക്ഷയിൽ, ഞാൻ അറിയുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് തരിമ്പും ശത്രുതയില്ല. കൂട്ടത്തിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും വി.ഡി. സവർക്കർ പറയുന്നു. 1920 മാർച്ച് 20 സമർപ്പിച്ച മാപ്പപേക്ഷയിൽ ബാരിൻ ഘോഷിനും ഹേംചന്ദ്ര ദാസിനും നൽകിയ അതേ മാപ്പ് എന്നിലെ